മടിയാണ്. ഇറങ്ങി ഒരു വെള്ളച്ചാറ്റാണ് കാണുന്നേ. അപ്പൊ കൂട്ടുകാരെ കണ്ട പുറത്തല കിണ്ണം കാറ്റ് മഴ കേട്ടോ. നമ്മൾ എത്ര നാളെ അറിയും മഴ. എന്താണ് ഇവിടുത്തെ മഴ കൊണ്ടിട്ട് അല്ലേ, നനഞ്ഞിട്ട് കണ്ടിട്ട് നല്ല പുതുമണ്ണിന്റെ മഴ കേട്ടോ. ഭയങ്കര രസം. ആദ്യമായിട്ടാണ് ഇങ്ങനെ മഴ കാണുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലായിരിക്കില്ലേ. കേട്ടോ നല്ല രസമായിട്ട് കേട്ടോ. ആദ്യമായിട്ട് കുഞ്ഞുപാട് മഴ കാണുമ്പോ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ. അപ്പൊ കൂട്ടുകാരെ അപ്പ അങ്ങനെ മോളെ ആദ്യമായിട്ട് ഇങ്ങനെ വലിയ മഴ കാണിച്ചു കൊടുക്കും കേട്ടോ. മഴ കാണുന്ന കുഞ്ഞുവാവയാണ്. മഴ കാണുന്ന കുഞ്ഞുവാവയാണോ ഈ മഴയാണ് പെയ്യുന്നത്? മഴ കാണുന്നുണ്ടോ? വെള്ളച്ചാട്ടാണോ? നല്ല രസം. ശരിക്കും നല്ല പുതുമണ്ണിന്റെ മണമുണ്ട് കേട്ടോ. നല്ല നല്ല രസമല്ലേ. കുറെ നാളായിട്ട് മഴയില്ലായിരുന്നു ഇവിടെ. അപ്പൊ ഇപ്പൊ മഴ ഭയങ്കര രസാട്ടോ. 2 കൊല്ലത്തിന് ശേഷം കേട്ടോ നമ്മുടെ നാട്ടിലെ മഴ അങ്ങനെ കാണുന്നേ. അവിടുത്തെ മഴയൊന്നും ഒരു എന്താ ഒരു അഴിച്ചു നോക്കാട്ടോ. അവര് കൂട്ടി കളിച്ചോ. അപ്പൊ ഞാൻ കുഞ്ഞിപ്പെണ്ണ് ഇവിടെ ഇരിക്കുക. എന്റെ കഴുത്ത് തട്ടിയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരിന്ന്. അപ്പൊ കൂട്ടുകാരെ വെക്കാടിനെ ചേർന്ന് അയച്ചു കേട്ടോ. അവന്മാര് കേട്ടോ കൂട്ടില് പതുങ്ങിയിരിക്കും കേട്ടോ. രണ്ടവന്മാര് കേട്ടോ അമ്മയിരിക്കും. അവന്മാര് മഴയത്ത് ഇറക്കി വിടുമ്പോ ഇറങ്ങി പോവില്ലോ നോക്കാട്ടോ. ചിലപ്പോ ഇറങ്ങി പോകും, അറിയത്തില്ല. നമുക്ക് നോക്കി നോക്കാം. അപ്പൊ കൂട്ടുകാരെ ഇച്ചതാ ബക്കുനെയും ചാർലീനെയും തുറന്നിടാൻ പോകട്ടോ. ഓടിക്കോ. അവിടെ പോയി എന്നാണ് ഷീറ്റിന്റെ അടിയിലേക്ക് ഓടിട്ട്. ബക്കുവിന് മടിയാട്ടോ. ബക്കുവിന് മടിയാണ്. ഇറങ്ങി അവരോടിട്ടോ. കളി കണ്ടോ എന്റെ മോനെ. ഇവന്മാരെ ആദ്യമായിട്ടോ മഴ കൊള്ളുന്നേ. എടാ കണ്ടോ ഇവന്മാര് പ്രാന്തള കൂട്ട ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടാ. അതാ ചാടി എന്റെ മോനെ. റെസ്ലിംഗിലൊക്കെ കാണത്തില്ലേ, ചാടി ഒറ്റ ചാട്ട് കേട്ടോ ചാർലി ബക്കാടിന്റെ മണ്ടയിലേക്ക്. അവന്മാര് ഇനി കളിച്ചു നടന്നോളൂ കേട്ടോ. കണ്ടോ ഈ സൈഡിലെ പാത്തി കൂടെ വെള്ളം പോകുന്നത്, നല്ലോണം വെള്ളം വരുന്നത് കണ്ടാ. നല്ല മഴയാട്ടോ കൂട്ടുകാരെ. റൈനെ മടി പിടിച്ചിട്ടുണ്ട്. റൈനയ്ക്ക് അങ്ങനെ ഇങ്ങനത്തെ പരിപാടി എനിക്കൊന്നും താല്പര്യമില്ല. റൈന അവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ യോയോ താണ്ട് ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. യോയോ എന്താടാ നിങ്ങൾക്ക് മഴയത്ത് ഇറങ്ങണോ? യോയോയ്ക്ക് മഴയത്ത് ഇറങ്ങാൻ താല്പര്യമൊന്നുമില്ല കേട്ടോ. പൂച്ചയല്ലേ, പൂച്ചയ്ക്ക് വെള്ളം പേടിയല്ലേ. പക്ഷെ അവന്മാര് നോക്ക് എന്റെ പൊന്നെ ചാടി മറിഞ്ഞ അടിയാട്ടോ. അടിന്ന് വെച്ചാൽ കിഡിലിന് അടിതാ. ചാർലി ആട്ടോ വില്ലൻ. ശരിക്കും പറയാം നോക്ക് ചാടിയാ ബുക്കിനൊക്കെ അടിക്കുന്നേ. എന്റെ മോനെ അതാ പറമ്പിലേക്ക് ഓടുന്നു കേട്ടോ. എന്റെ ദൈവമേ, എന്റെ ഇപ്പൊ വെള്ള കാണുന്നേ. ഒരു വെള്ളച്ചാറ്റാണ് കാണുന്നേ. സന്തോഷായിട്ട് കുഞ്ഞുപെണ്ണിന്. എന്റെ ദൈവമേ ഒന്നാജി അവര് കുഞ്ഞോ മഴ കാണുവാണ്. മഴ ഭയങ്കര സന്തോഷായിട്ടോ കുഞ്ഞിന് ഇങ്ങനെ മഴയൊക്കെ കാണുന്നേ. ഭയങ്കര രസമല്ലേ. ചില പെണ്ണിന് പ്രത്യേകിച്ച് തണുപ്പും കൂടെ ഇഷ്ടമായ കാരണം, ചൂട് പറ്റില്ലല്ലോ. അപ്പൊ തണുപ്പ് ഇഷ്ടമായ കാരണം ഭയങ്കര ഇഷ്ടപ്പെടണം കേട്ടോ. അപ്പൊ ഞങ്ങള് മഴയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കോ കൂട്ടുകാരെ? നിങ്ങളുടെ അവിടെയൊക്കെ മഴ ഉണ്ടായിരുന്നു? ഡൂഡ് ഉറങ്ങിപ്പോ. ഡൂഡ് നല്ല ഉറക്കത്തിലാട്ടോ. അല്ല ഇപ്പൊ മക്കാടിയും ചാറിന്റെ ഇങ്ങനത്തെ കട്ട കണ്ടോ അവിടെ അടുത്തിരിക്കുന്ന കണ്ടോ. മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ അലുക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മഴ കഴിയുമ്പോ അറിയാം കട്ട ഉണ്ടാകും അത് മണ്ണായിരിക്കും അവിടെ ഒന്ന്. ഇവിടാണ് വന്നിട്ട് മഴയും ഇല്ല. ശരിക്കും ചിങ്ങത്തിലൊക്കെ ചിണുങ്ങി പെയ്യുന്നല്ലോ അറിയാ. ചിങ്ങത്തിൽ ചിണുങ്ങി മഴ പെയ്യും. പിന്നെ കനിഞ്ഞ മഴയോ കന്നിയില്. പിന്നെ എന്റെ ദൈവമേ ആരാ ഇത്? ആശാനെത്തിട്ടോ. ആശാനാണ് എണീച്ച് ഉറക്കത്തിന് എണീച്ച് വന്നു. മഴയൊക്കെ തീർന്നു. നിങ്ങളുടെ ഹെയർ സ്റ്റൈലൊക്കെ എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? അപ്പൊ നമ്മുടെ കുഞ്ഞിച്ചേട്ടനും കുഞ്ഞിപ്പെണ്ണും പൊന്നും 3 പേരും കൂടി ഇവിടെ ഇരിപ്പോട്ടെ. ബക്കാടി ചാർലി എന്തിയേ? കലിപ്പാട്ടോ അവന്മാരെവിടെ പോയി അറിയേണ്ടത്. എന്റെ കലിപ്പാണൊക്കെ. എന്തോ വടി എടുത്ത് തരണോ? വടി എന്താ ഈ വടി മതിയോ? എന്റെ പൊന്നെ എന്താ ചെയ്യുന്നേ നോക്കാട്ടോ. നോക്കി പോണേ കണ്ടോ. ഡൂഡു എന്തോ ചെയ്യാൻ പോവാട്ടോ. വടിയും എടുത്തെന്നൊക്കെ പറഞ്ഞ് ഡൂഡു. മഴ തന്നെയല്ലേ
ദാ. ഏ? അവൻ എവിടെ പോയി? തോട്ടിലോ? അവന്മാരെ വിളിക്കടാ, അവന്മാരെ വിളിച്ച് ശരിയാക്കണല്ലോ നമുക്ക്. മോളില് കുളത്തിൽ പോയോ? ഡൂഡ് പറയുന്നത് എന്താ വെച്ചാല് ബക്കു ഇന്നലെ മോളില് കുളത്തില് പോയെന്നാട്ടോ. അവന്മാർ ഇടയ്ക്കിടയ്ക്ക് കുളത്തില് പോയിട്ട് ചാടും, മേലെ മീൻ കുളത്തില്. വടി കൊണ്ട് ഓടിച്ചിട്ട് പോയി ചാടിയോ അവന്മാര്? അവന്മാരെ വിളിക്ക്, അവന്മാരെ എവിടെ പോയെന്ന് അറിയില്ലല്ലോ നമുക്ക്. ഇല്ലെന്നേ, കാണാനില്ല. അവൻ രണ്ടിനെ ഒന്നിച്ച് അഴിച്ചിട്ട് അവൻ ഇങ്ങനെ കേട്ടോ മണ്ടേ പോയി. ഇപ്പൊ കുളത്തിൽ ചിലപ്പോ പോയി കുഴപ്പമുണ്ടാവും, കരഞ്ഞോണ്ട് കുഴപ്പമുണ്ടാവും. എന്നാലും ഞാൻ വിളിച്ചാൽ വരുള്ളൂ കേട്ടോ. ചാർലിക്ക് എന്നെ ഒരു മൈൻഡില്ല. ചോദിക്കേ ഇച്ചാച്ച വിളിക്കണ്ട, ഡൂഡ് വിളിക്കാന്നോ പറയുന്നത്. പൊട്ടിനെവിടെയാ പോയേന്ന് രണ്ടുപേരും പൊരിഞ്ഞ വിളിയാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരുത്തനും വരുന്നില്ല കേട്ടോ. അപ്പൊ കൂട്ടുകാരെ ബക്കാടി ചാർലിയും പോയ വഴി പോയെന്ന് തോന്നുന്നേ. അപ്പൊ നാടെ പുതിയ ഉപ്പൊക്കെ ഇട്ടിട്ട് നട കുഞ്ഞിപ്പണാണ്. എന്താ ഡൂഡ് കുഞ്ഞിതായിരുന്നു ഇട്ടോണ്ടിരുന്ന ഉടുപ്പാണ് കേട്ടോ. അത് ഇട്ടോ നോക്ക്. ജീവമേ അങ്ങനെ മഴ കഴിഞ്ഞു കൂട്ടുകാരെ. കണ്ടോ, മഴയൊക്കെ ഫിനിഷ് ആയിട്ടോ. നല്ലോണം മഴ പെയ്ത് കഴിഞ്ഞു. പക്ഷെ അവന്മാർ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അവന്മാർ ഏതോ വഴിക്ക് പോയിട്ടോ. ബക്കാടേ, ചാർലേ, ചാർലേ, ചാർലേ. ഡൂഡ് ചാർലീനെ, പക്ഷേ ഡൂഡ് ബക്കാടിനെ ബക്കോന്ന് വിളിക്കുന്നുണ്ട്. ഞാന് ചാർലീനെ ചാർലീന്നും വിളിക്കുന്നുണ്ട്. അവന്മാർ ഏതോ വഴിക്ക് പോയി. അവന്മാരിനി കുളത്തിൽ പറഞ്ഞ പോലെ പോയി ചാടിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോ കുളത്തിൽ പോയി നോക്കണം കേട്ടോ, മീൻ കുളത്തില്. നമുക്ക് പോയി നോക്കാം. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ട് പറമ്പിൽ ഇറങ്ങാൻ ഒരു രസമല്ലേ. പോയി നോക്കാം കേട്ടോ. ഡൂഡും വരുവാണോ? അപ്പൊ ഡൂഡും വരുന്നുണ്ട് ബക്കാടിനെയും ചാർലിയും നോക്കാന്. പോട്ടെ. തല്ലി പൊട്ടിക്കണോ? തല്ലി പൊട്ടിക്കുന്നുണ്ടോ? പാവങ്ങളല്ലേ. പോട്ടെ. കണ്ടോ കോഴിയൊക്കെ മഴ നനഞ്ഞിട്ട് നോക്ക്. എന്റെ മോനെ, കോഴി ആ കഴുത്തെ പപ്പില്ലാത്ത കോഴിയെ കണ്ടിട്ട് ഡൂഡ് ചിരിക്കുന്ന കേട്ടോ. ആരെ? ഡൂഡ് എന്താ ബക്കാടീനെ ഏതോ ചേട്ടന്റെ ജീപ്പ് ഇടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എവിടെയോ സ്വപ്നം. ഡൂഡ് മിണ്ടല്ലേ. നോക്കണ്ടോ അമ്മ രണ്ടു ഓരോന്ന് തിന്നോണ്ട് നടക്കുവോ പറമ്പിലൂടെ ഉള്ള സാധനങ്ങളൊക്കെ. എവിടെ പോയതായിരുന്നു രണ്ടുപേരും കൂടെ? എവിടെ പോയതായിരുന്നു? വാടാ, ഇരിക്കടാ അവിടെ ഇരിക്ക്. എവിടെ പോയതായിരുന്നു രണ്ടുപേരും കൂടെ? ഇങ്ങോട്ട് വാ, ഇവിടെ വന്ന് ഇരിക്കടാ. അയ്യോ കൊടഞ്ഞ്. ഇരിക്കടാ ചാർലി സീറ്റ്. ഓ, ഇംഗ്ലീഷ് അറിയുള്ളൂ. ബക്കാടി വാ, കൊരക്കടാ. ബക്കാടി കൊരക്ക്. ബക്കാടി കൊരക്കടാ. നീ കൊരക്കടാ. അയ്യോ, അതെന്തോന്ന് കൊരക്കട മര്യാദയ്ക്ക്. അങ്ങനെ കൊരയ്ക്കാൻ വളരെ മടിയാട്ടോ. കളിച്ച് പോയതാ തുള്ളിച്ചാടി. നിന്റെ ആപ്പിൾ ഇപ്പൊ അത് കൊണ്ടുപോകും. അത് കളാ. രണ്ടാമന്മാര് കൂട്ടിക്കയറാൻ പോണ്ടേ. നീ കണ്ടില്ലായിരുന്നോ?
ഏതാ ഡയലോഗ് നോക്ക്. അപ്പൊ കൂട്ടുകാരെ നാടെ മഴയൊക്കെ കഴിഞ്ഞപ്പോ നാടെ 8ന്റെ പണി കിട്ടി. കുഞ്ഞാ എന്താ പണി കിട്ടിയേ? കണ്ടോ മൊത്തം കൊതുക് കയറി കേട്ടോ. മഴ പെയ്തപ്പോഴേക്ക് എവിടെ നിന്നൊക്കെയോ കൊതുക് വന്നു. അപ്പൊ നാളെ അവിടെ പുക കണ്ടോ, നല്ല പുകയുന്നുണ്ട് അവിടെ. എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. കുന്തിരിക്കം കുഞ്ഞേച്ചി അപ്പൊ കുന്തിരിക്കം പോയിക്കോ കേട്ടോ. കുന്തിരിക്കം പോയിക്കുന്ന സുസി അതിന്റെ ഇടയിൽ കൂടെ ഒറ്റ കൈ കൊണ്ടൊക്കെയാണ് കുന്തിരിക്കം പോയിക്കുന്നേ. നിനക്കൊന്നും കിട്ടിയില്ല കടിച്ചു പിടിക്കാൻ. പോണ നോക്ക് രണ്ടൂടെ. ഈ ചാർലിക്ക് ഉണ്ടല്ലോ, ചാർലിക്ക് കോഴീനെ കണ്ട അപ്പ പ്രാന്തള് കൂട്ടോ. കണ്ടോ ആ കളി കണ്ടോ, കോഴീനെ പിടിക്കാൻ വേണ്ടിയുള്ള കളിയാ. നീ അടി വാങ്ങിക്കൂട്ടോ. വീട് പോടാ, പോയി കൂട്ടി കയറ്. ചാർലി ചാർലി നോക്ക്, ഈ മണ്ടന്റെ കാര്യം നോക്ക്. ആ കോഴിനെ പിടിച്ചു വെച്ചേക്കു കേട്ടോ. നിന്നോട് കൂട്ടി കയറാനല്ലേടാ ഞാൻ പറഞ്ഞേ അല്ലേ? കയറ വീട്ടില്. പാവം കോഴി, അതിനെപ്പോഴും പിടിച്ചിങ്ങനെ കളിക്കും. എടാ പോയി കൂട്ടി കയറണം. അതാ അടുത്താൻ വരുന്നു. എന്താ നിനക്ക് വേണ്ടേ? നിനക്കെന്താ വേണ്ടേ? പക്ഷെ ഇവന്മാര് ഉപദ്രവിക്കില്ല കേട്ടോ. ഇവന്മാര് ഇങ്ങനെ കടിച്ചു പിടിക്കും. നീ അടി വാങ്ങിക്കും. അടി ഉപദ്രവിച്ച പോടാ പോടാ. കോഴിയെ തൊട്ടാ അടി വാങ്ങിക്കും നീ. എന്താ പറഞ്ഞേ ഞാന്? അടി വാങ്ങുന്നു പറഞ്ഞോ? ആ കോഴി നോക്ക് പാവം പേടിച്ചിരിക്കുന്നേ. പോക്കോ വാടാ വാടാ തരാടാ വാടാ. നിനക്ക് കോഴിയും കോഴിമുട്ടയൊക്കെ തരാടാ. നിനക്ക് മുട്ട തിന്നാൻ നേരത്ത് ഇതില്ലല്ലോ. കറ വീട്ടില് ആ വടിയായിട്ട് റോഡ് നിന്നെ ശരിയാക്കും. കറ വീട്ടില് കൂട്ടി കറ വീട്ടില് കൂട്ടി കറ. അമാർക്കേ കോഴീനെ കാണുമ്പോഴേക്കും ഇളക്കം. മുട്ട തിന്നാൻ നേരത്തില്ലല്ലോ ഈ ഇളക്കം. കുഞ്ഞുവാണെ കൊതുക് മാറ്റി കൊണ്ട് പോകണം കേട്ടോ. ഇവിടെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ട് വീശുന്നതാ. ചുമ്മാ പുകയിലുണ്ട് വീശി കളിക്കുന്നേ, അല്ലാണ്ട് കൊതുകിനെ പിടിക്കുന്നതല്ല കേട്ടോ. കുഞ്ഞിപ്പെണ്ണുള്ളത് കൊണ്ട് അധികം പുകയാക്കാൻ പറ്റില്ല കേട്ടോ. കൊതുകിനെ കൊണ്ട് കണ്ടോ ചായപാത്രത്തിനകത്ത് സുസി തീക്കനലിട്ട് അതിന്റെ മേലെയാണ്. എന്താ മോളിക്കൂട്ടർ അതിനിടയ്ക്ക് റേഞ്ച് ആയിട്ട് ചന്ദനത്തിരി മുക്കി പിടിച്ചോണ്ടിരുന്നുണ്ട് കേട്ടോ. എന്റെ മോളിക്കൂട്ടാ ചെക്കനാ പഴം എടുത്ത് തിന്നോട്ടോ. ചന്ദനത്തിരി കുത്തിച്ച് ചന്ദനത്തിരി ഒക്കെ എടുത്ത് ചെക്കനെ തേറ് അറിയും. എന്റെ പൊന്നു കൂട്ടുകാരി, ഇവിടെ ചിക്കൻ കറി കേട്ടോ ഇന്ന്. അപ്പത്തേക്കും ഡൂഡുവിന് ഭയങ്കര ചോറുണ്ണാൻ എല്ലാരും വിളിച്ചോണ്ട് കേട്ടോ. കണ്ടോ ഇച്ചേനെ വിളിക്കുന്ന കേട്ടോ സംഭവന്ന്. ഇച്ച വരുന്നില്ല. അപ്പൊ കൂട്ടുകാരി നമ്മളിങ്ങനെ അത്താഴം കഴിക്കാണ് കേട്ടോ. സമയം ഇപ്പൊ രാത്രി 11:15 അപ്പൊ ഇന്നെന്തായാലും മഴ പെയ്തു, പുതുമണ്ണിന്റെ മണം കിട്ടി. നല്ല മഴ പെയ്തോണ്ട് രാത്രി ചൂടായിട്ടോ. ചെറിയ ചാറ്റൽ മഴ, കുറച്ച് മഴ പെയ്തിട്ട് പിന്നെ പോയതുകൊണ്ട് രാത്രി നല്ല ചൂടായിരിക്കും. ഇപ്പൊ ചൂടെടുക്കാൻ തുടങ്ങിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്. അപ്പൊ നമ്മള് ചിക്കൻ കറിയൊക്കെ കൂട്ടി നല്ല ചോറുണ്ണാൻ പോവാ. ചിക്കൻ കറി അവിയലൊക്കെ ഉണ്ട്, അതൊക്കെ കൂട്ടി നമ്മള് ചോറുണ്ണാൻ പോവാ കൂട്ടുകാരെ. അപ്പൊ അതോടുകൂടെ മറ്റൊരു കാണാം. ഓക്കേ.